പെഗാസസ് ഫോൺ ചോർത്തൽ അന്വേഷണത്തിന് സാങ്കേതിക സമിതിക്ക് രൂപം നൽകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി ഉത്തരവ് അടുത്തയാഴ്ച വരും. സമിതി അംഗങ്ങളെ തീരുമാനിക്കാൻ സമയം വേണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. ഉത്തരവ് അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ സാങ്കേതിക സമിതിയുടെ വിശദാംശങ്ങളുള്ള ഉത്തരവാണോ അഭിലാഷ് വരാനിരിക്കുന്നത്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സനീഷ്, നിലവിൽ മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണിത്. പ്രത്യേകിച്ച് പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കേസിലെ കക്ഷികൾക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകനായി CU ചന്ദ് മറ്റൊരു കേസിൽ ഹാജരായപ്പോൾ ഈ പെഗസസ് വിഷയം എന്നത് കോടതിയുടെ പരാമർശത്തിലേക്ക് വന്നു, ചർച്ചാ വിഷയത്തിലേക്ക് വന്നു. ആ ഘട്ടത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് പെഗസസ് വിഷയത്തിൽ അടുത്ത ആഴ്ച സുപ്രീം കോടതി വിധി പറയും. ഈ ആഴ്ച തന്നെ വിധി പുറപ്പെടുവിക്കാൻ ഇരുന്നതാണ്. ഒരു സാങ്കേതിക സമിതിയെ രൂപീകരിക്കുന്നുണ്ട്. ആ സമിതിയിലെ അംഗങ്ങളാകാൻ പരിഗണിക്കപ്പെട്ടവരിൽ ചിലർ ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വിധി മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന തരത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ പരാമർശത്തിൽ നിന്നാണ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു കോടതി വാർത്തയായതുകൊണ്ട് തന്നെ എപ്പോൾ വിധി വരും എന്നത് കോടതി രജിസ്ട്രി സ്വാഭാവികമായി ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ മാത്രമാണ് നമുക്കൊരു തീയതി എപ്പോൾ വിധി പ്രസ്താവിക്കും എന്ന് അറിയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല വിധിയുടെ സ്വഭാവം എന്തെന്ന് സുപ്രീം കോടതി ഒരിക്കലും നേരത്തെ വ്യക്തമാക്കുകയുമില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ സാധിക്കില്ല. വലിയൊരു അസ്വാഭാവികതയില്ലേ അഭിലാഷ്? അതായത് വലിയൊരു വാർത്തയാണത്, സാങ്കേതിക സമിതി പെഗാസസ് വിഷയവുമായിട്ട് വരുന്നു എന്നത്. പക്ഷേ അത് ഒരു കോടതി ഉത്തരവിലൂടെ വരാനിരിക്കെ കോടതി മറ്റൊരു കേസിന്റെ വാദത്തിനിടെ അന്തിമമായുള്ള ആ തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ അതിനകത്തൊരു അസ്വാഭാവികത കാണാനില്ലേ? അതങ്ങോട്ട് മാറ്റിവെച്ചാൽ എത്രക്ക് പ്രധാനപ്പെട്ടതാണ് ഒരു സാങ്കേതിക സമിതി പെഗാസസ് വിഷയത്തിൽ വരുന്നത്? തീർച്ചയായും ഇതിൽ അസ്വാഭാവികത എന്നത് കോടതി പരാമർശത്തിന്റെ ഭാഗമായി ഈ കേസിൽ വിധി പറയേണ്ടതായിരുന്നു. അടുത്തയാഴ്ച വിധി പറയും. എന്തുകൊണ്ട് വിധി പറഞ്ഞില്ല എന്നതിന് കാരണമായി ഈ സാങ്കേതിക സമിതിയിലെ അംഗങ്ങളായി പരിഗണിക്കപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ട് അറിയിച്ചതിനാൽ വീണ്ടും പോകുന്നു എന്ന പരാമർശമാണ്. ഇനി ഇതിന്റെ മെറിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കണം എന്ന ആവശ്യം നേരത്തെ കേന്ദ്ര സർക്കാരും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട തുറന്ന വേദിയിൽ വാദപ്രതിവാദങ്ങൾക്ക് താല്പര്യമില്ല. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കി. രാജ്യസുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ട എന്നായിരുന്നു കോടതിയുടെ പരാമർശം. അതിൽ കോടതിക്കും സംശയമില്ല. പക്ഷെ വ്യക്തികളുടെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ, അതിനുവേണ്ടി ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് കോടതി ആവർത്തിച്ചിരുന്നു. പക്ഷേ ഹാജരായ സോളിസിറ്റർ ജനറൽ അടക്കം ആ വിഷയത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായൊന്നും പറയാനില്ല. ഇക്കാര്യങ്ങൾ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് നിയോഗിച്ചുകൊണ്ട് പരിശോധിക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ആ ഘട്ടത്തിൽ കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ, അത് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി അടക്കം ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെ ഒരു വിദഗ്ധ സമിതി സർക്കാർ സ്പോൺസേഡ് സമിതിയാകരുത് എന്നുള്ളതായിരുന്നു. അവിടെയാണ് ഈ സമിതി പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ സമിതിയിലെ അംഗങ്ങൾ ആര് എന്ന് കോടതി തന്നെ നേരിട്ട് തീരുമാനിക്കുമോ, ആ അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ കോടതി തന്നെ നിശ്ചയിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. സനീഷ്.